അട്ടപ്പാടിയിൽ മധു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വിധി പ്രസ്താവം നടക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിലേക്ക് മുഴുവൻ പ്രതികളോടും എത്തിച്ചേരണമെന്ന് നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം കേസിലെ 16 പ്രതികളും എത്തിച്ചേരുകയും ചെയ്തിരുന്നു. രാവിലെ തന്നെ കേസ് പരിഗണിക്കുകയും അങ്ങനെ പ്രതികളിൽ 13 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ വിചാരണ കോടതി 2 പേരെ കുറ്റമുക്തരാക്കിയിരുന്നു. ആ 2 പേരും കുറ്റമുക്തരാക്കപ്പെട്ടതിനോടൊപ്പം തന്നെ കേസിലെ 1ാമത്തെ പ്രതി കൂടി കുറ്റമുക്തനായ സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ 3 പ്രതികൾ, അതായത് ഹുസൈൻ, അനീഷ്, അബ്ദുൾ കരീം, ഈ 3 പ്രതികളെ മാറ്റി നിർത്തിയാൽ മറ്റു പ്രതികൾ ആയിട്ടുള്ള 13 പേർക്ക് എന്താണ് ശിക്ഷ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ശിക്ഷാവിധിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. കോടതി ഇപ്പോൾ കേസ് വീണ്ടും പരിഗണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികളോട് ഈ വിധി പ്രസ്താവത്തിന് മുമ്പ് എന്തെങ്കിലും അന്തിമമായി പറയാനുണ്ടോ, ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എന്നുള്ള സംശയം അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്നു. അതുപ്രകാരം 13 പ്രതികൾ, അതായത് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിട്ടുള്ള 13 പേർക്കും കോടതിയിൽ അവസാനത്തെ വാദം എന്ന നിലയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. അത് പലപ്പോഴും കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഉൾപ്പെടെ ഇനി വിധിക്കാൻ പോകുന്ന ശിക്ഷയിൽ മാക്സിമം ഏറ്റവും ഇളവ് ലഭിക്കുക, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് കോടതിയിൽ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അത്തരം ആവശ്യങ്ങൾ ആണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് പ്രതികൾ വയ്ക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 7 വർഷത്തെ തടവ് എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ, ശിക്ഷ വർദ്ധിപ്പിക്കുമോ, ഒപ്പം നിലവിൽ കേസിൽ 1ാം പ്രതിയായിട്ടുള്ള വ്യക്തിയെ കുറ്റവിമുക്തനാക്കുമ്പോൾ നിലവിൽ 13 പ്രതികളിൽ 12 പേരും 7 വർഷത്തെ തടവ് ശിക്ഷ എന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. 16ാമത്തെ പ്രതിക്ക് കീഴ്ക്കോടതി ഇളവ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 3 മാസത്തെ ശിക്ഷയാണ്. ഈ ശിക്ഷ വർദ്ധിപ്പിച്ചേക്കും എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് വ്യക്തമാകേണ്ടത്. അതായത് ഈ 16ാമത്തെ പ്രതി അവിടേക്ക് എത്തിയത് ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ, അതായത് ആൾക്കൂട്ട വിചാരണ ഉണ്ടാകുമ്പോൾ അവിടെ അവിചാരിതമായി എത്തിയ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അത് മറ്റുള്ളവരൊക്കെ വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെ മധുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ആൾക്കൂട്ട വിചാരണ നടത്തുകയായിരുന്നു എന്ന് കോടതി വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 7 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ഇനി ഈ ശിക്ഷാവിധിയിൽ മാറ്റമുണ്ടാകും. അതായത് 2ാമത്തെ പ്രതിയായിട്ടുള്ള മരക്കാർ, ആ പ്രതിയിൽ നിന്ന് വ്യത്യസ്തനായി 3ാമത്തെ പ്രതിയിലേക്ക് എത്തുമ്പോൾ ഷംസുദ്ദീൻ, ഇവർക്ക് വ്യത്യസ്തമായ ശിക്ഷകൾ ആയിരിക്കുമോ നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. ഇപ്പോൾ കോടതി നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നവമി ചേരുന്നുണ്ട്. നവമി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് പറയാനുള്ളതാണ് കോടതി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതികളുടെ അഭിഭാഷകൻ അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ നിലയിൽ എന്ത് സാഹചര്യമാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പങ്കുവച്ചത്? നവമി, അഭിലാഷ്, എന്തായാലും ഇപ്പോൾ ഷംസുദ്ദീൻ, മരക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നരഹത്യ നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ളൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിലനിൽക്കുന്നത്. അതോടൊപ്പം രാധാകൃഷ്ണൻ, SC/ST 300 IPC 304 വകുപ്പിലെ SC/ST 325 367 നിലനിൽക്കും. അബൂബക്കർ 304 SC/ST ആക്ട് പ്രകാരം 304 325 326 367 എന്നീ വകുപ്പുകളും, ഉബൈദിനെതിരെ SC/ST ആക്ട് പ്രകാരമുള്ള 304 325 326 367 എന്നീ വകുപ്പുകൾ നിലനിൽക്കും. അതായത് ഷംസുദ്ദീൻ, മരക്കാർ ഉള്ളവർക്കെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന ഒരു പ്രോസിക്യൂഷന്റെ ആവശ്യം ചിലപ്പോൾ പരിഗണിച്ചേക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ നിലനിൽക്കുന്നത് എന്ന് കോടതി വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കോടതി കേൾക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഷംസുദ്ദീൻ, മരക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നരഹത്യ നിലനിൽക്കും എന്നുകൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ പ്രതിഭാഗം അഭിഭാഷകൻ ഈ ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ 1ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ എങ്ങനെയാണ് വെറുതെ വിട്ടതെന്നാണ്. കാരണം കീഴ്ക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഹുസൈനെ മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ, ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞവർ, അതായത് 9ഉം 11ഉം സാക്ഷികൾ, അവർ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. മധുവിനെ ഹുസൈൻ ആക്രമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ CCTV അടക്കം പ്രതിഭാഗത്തിന് കോടതിയെ ബോധിപ്പിക്കുവാനായി സാധിച്ചു. ഒപ്പം ഹുസൈൻ കൃത്യം നടക്കുമ്പോൾ കണ്ടു നിന്നവരിലെ ഒരാൾ മാത്രമായിരുന്നു. അതായത് മധുവിനെ ആക്രമിക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്ന ജനങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു ഹുസൈൻ എന്ന പ്രതിഭാഗത്തിന്
അദ്ദേഹത്തിന്റെ വാദത്തെ അതിനെ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുന്നു. ഹുസൈൻ ഇതിൽ ഒന്നാം പ്രതിയാണെന്ന പ്രോസിക്യൂഷന്റെ ആരോപണത്തെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദത്തെ പൂർണ്ണമായും കോടതി തള്ളുന്ന രീതിയിലുള്ള തെളിവുകൾ അത് പ്രതിഭാഗത്തിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ രണ്ട് പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതിയും വെറുതെ വിടുന്നു. ഒപ്പം ഹുസൈനെ ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈൻ, അങ്ങനെ 3 പേരെ വെറുതെ വിടുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ്? ഇവർക്ക് ജീവപര്യന്തം അടക്കം അല്ലെ വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമൊക്കെ കുടുംബം ഉന്നയിക്കുന്നെങ്കിൽ പോലും ഹൈക്കോടതി ഏത് വിധേയനാണ് ഇവർക്കുടെ ശിക്ഷ വിധിക്കുന്നത്, ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2ാം പ്രതി, അതോടൊപ്പം തന്നെ 3ാം പ്രതി, ഈ 2ഉം 3ഉം പ്രതികൾക്ക് നേരെ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ അതായത് പ്രോസിക്യൂഷന്റെ വാദം ഉയരുന്നത്. കഴിയുന്നത്ര ഉയർന്ന ശിക്ഷ ഈ പ്രതികൾക്ക് നൽകണം, ജീവപര്യന്തം പോലെയുള്ള ശിക്ഷ നൽകണം. നരഹത്യക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ എന്നത് തൂക്കുകയർ ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന നിലയിൽ ആണ് കാണേണ്ടത് എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യം ആണ് മധുവിൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ മരക്കാർ ഷംസുദ്ദീൻ ഇവർ 2ഉം 3ഉം പ്രതികൾ ആണ്. ഈ 2ഉം 3ഉം പ്രതികൾക്ക് നരഹത്യ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റു പ്രതികൾ രാധാകൃഷ്ണൻ, അബൂബക്കർ ഉൾപ്പെടെയുള്ളവർക്കും 367-ാം വകുപ്പ് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണമായി പുറത്തുവരുന്നത്. ഉബൈദിന് 304-ാം വകുപ്പ് ബാധകമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഘം ചേർന്ന് മർദ്ദിക്കൽ, കൂട്ടം ചേർന്ന് മർദ്ദിക്കൽ, അതോടൊപ്പം തന്നെ SC/ST ആക്ടുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നു ഈ പ്രതികൾക്ക് നേരെ എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിൽ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പ്രതികൾക്ക് നൽകിയിട്ടുള്ള ശിക്ഷയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കോടതിയുടെ അന്തിമമായ വിധി വരേണ്ടതുണ്ട്. ഇത്തരം വകുപ്പുകളൊക്കെ നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ പോലും ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ, അതെയോ ഓരോ വകുപ്പുകളിലുമുള്ള ശിക്ഷ വ്യത്യസ്തമായി അനുഭവിക്കേണ്ടതായി വരുമോ? അതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള വിധി പ്രസ്താവം നിർണായകമാകാൻ പോകുന്നത്. ഇപ്പോഴിതാ കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കോടതിയുടെ നിരീക്ഷണങ്ങളും ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ പ്രതികൾക്കായി 304, 367, 327 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇത് 2018-ലുണ്ടായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ IPC പ്രകാരമുള്ള വകുപ്പുകൾ ആണ്, BNS വകുപ്പുകളല്ല ചുമത്തപ്പെട്ടിട്ടുള്ളത്. IPC വകുപ്പുകൾ പ്രകാരം IPC എന്നത് രാജ്യത്ത് ബാധകമായിരുന്ന സമയത്ത് ഉണ്ടായ ക്രൈം ആണ്. അതുകൊണ്ട് അതുപ്രകാരമുള്ള വകുപ്പുകൾ ആണ് ഈ കേസിൽ ചുമത്തപ്പെടുകയും അതിനനുസരിച്ചുള്ള ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിക്കാനും പോകുന്നത്. നവമിയിലേക്ക് പോകുമ്പോൾ നവമി ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഷംസുദ്ദീനും മരക്കാരും, അതായത് കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മരക്കാർ, 3ാം പ്രതിയായിട്ടുള്ള ഷംസുദ്ദീൻ ഇവർക്ക് നരഹത്യാ കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ്. ഉബൈദിന് 304-ാം വകുപ്പ് നിലനിൽക്കും എന്നുള്ളതാണ്. അബൂബക്കറിനും 304-ഉം 367-ഉം വകുപ്പുകൾ നിലനിൽക്കും. രാധാകൃഷ്ണന് 304, 367 വകുപ്പുകൾ നിലനിൽക്കും. ഇങ്ങനെ കേസിലെ ഓരോ പ്രതികൾക്കും വ്യത്യസ്തമായ വകുപ്പുകൾ അടക്കം ചുമത്തുന്നുണ്ട്. ഇതിൽ കോമൺ ആയി വരുന്ന ചില വകുപ്പുകളും, അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലോ കോടതിയുടെ നിരീക്ഷണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.